നമ്മൾ തോട് വറ്റിച്ച് മീൻ പിടിക്കാൻ പോകുന്ന വഴിയാണിത്. അപ്പോൾ മീനെന്തെങ്കിലും കിട്ടുമെന്നറിയില്ല. ഇവിടെ ഒരു ഞണ്ടിരിപ്പുണ്ട്. അത് കണ്ടില്ലേ, വലിയ ഞണ്ടാണ്. നമ്മളെ കടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. കടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. വലിയ ഞണ്ടാണ്, കാലും പിരിച്ചിരിക്കുകയാണ്. വലിയ കാലൻ ഞണ്ട്. നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നോക്കാം. നമ്മളെ കൈ വെച്ചാൽ കറക്റ്റായി കടിക്കാം. അതാണ് അറ്റാക്ക് ചെയ്യാൻ വരെയാണ്. അള്ളി പിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളതിനെ പിടിച്ചിട്ടുണ്ട്. എന്താ മെയിലാണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് വീട് പണിയായതിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല വേനലാണ്. അപ്പോൾ തോട്ടിൽ ഒരിടത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ട്. മീനുണ്ടോ എന്ന് നോക്കാം, ഇറച്ചി നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇറക്കുന്നത്. കുറച്ച് വെള്ളമുണ്ട്. മീനെന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇറക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ തടയണ വെച്ചുകൊണ്ടിരിക്കുകയാണ്. തടയണ വെച്ച് തീരാറായി. ഇതാ കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇറക്കേണ്ടത്. അപ്പോൾ നമ്മൾ തകർച്ചയായിട്ട് ഇറപ്പ് നടക്കുകയാണ്. മഴ വന്ന് കിടപ്പുണ്ട്. മഴയേറെ ഒരു നല്ല അന്തരീക്ഷമുണ്ട്. ഇനി ഇറച്ചി തീർന്നതിന് മുമ്പ് മഴ പെയ്യുമെന്ന് അറിയില്ല. ഫ്രണ്ട്സ്, മഴ തുടങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ വേനലിലുള്ള മഴ നമ്മൾ വറ്റിച്ച് ഏറെക്കുറെ ആയിട്ടുണ്ട്. പകുതിയായിട്ടുണ്ട്. അതാ ചെറിയ മീനൊക്കെ കണ്ടു തുടങ്ങി. പക്ഷേ മഴ ചതിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ കണ്ടില്ലേ, വറ്റിച്ച് ഏറെക്കുറെ ആയിട്ടുണ്ട്. മഴ തുടങ്ങി. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അവസാനം വേനലിലെ മഴയാണ്. നല്ല രസമുണ്ട്. കാലാവസ്ഥയൊക്കെ അടിപൊളിയാണ്. ഇത് നിരന്ന് വരെയാണ്. ചെറുതാണ് കണ്ട, എല്ലാം ചെറിയ സൈസാണ്. വന്ന മഴയൊക്കെ ഒരു വഴിക്ക് പോയി. നമുക്കിതാ കുറച്ച് പറണ്ടയും ചെറിയ ചെറിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ മീനൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് കൊഞ്ച്, ചെറിയ സൈസ് കൊഞ്ച്, പിന്നെ ചെറിയ ചെറിയ മീനുകൾ അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മീനുണ്ടോ നല്ലൊരു പൊനൊക്കെ കിടപ്പുണ്ട്. മീനെന്തെങ്കിലും ചാടി വരുന്നോന്ന് നോക്കാം. അതാ ചെറിയ മീനൊക്കെ ചാടുന്നുണ്ട്. കമ്പെന്തെങ്കിലും ഇട്ട് നോക്കാം അല്ലേ. കമ്പിട്ട് നോക്കാം. അപ്പം നമ്മൾ കമ്പിട്ട് നോക്കുകയാണ്. ഈ മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. മീനുണ്ടെങ്കിൽ അകത്തിരിക്കുള്ളൂ. ചാടി വരും. നല്ല പോരം കേട്ടോ. മീനെ കിടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പണ്ടോട് തടിയാൻ ബ്രാലുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം അറിയാൻ പാടില്ല. ഇനി അതറ്റ ഒതുങ്ങിയിരുന്നാലും മതി. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ബ്രാലാണ്. ഇതിന്റെ അകത്തുനിന്ന് പിടിച്ചേ. അയ്യോ വീണ്ടും പറ്റിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് കിട്ടി. അപ്പൊ മൊത്തം ഒരു ബ്രാല് രണ്ട് ഇത്ര വീരുകൾ കിട്ടി നമുക്ക്. അപ്പോൾ ഇറച്ചി തീരാറായിട്ടുണ്ട്. ഒരു ചെറിയ കുഴി നമ്മൾ കംപ്ലീറ്റ് വറ്റിച്ച്. അപ്പോൾ ഇതിനകത്തുനിന്നാണ് നമുക്ക് ബ്രാല് കിട്ടിയത്. ഇതിനകത്തുനിന്നായിരുന്നു, ഈ പൊട്ടിനകത്തുനിന്ന്. അപ്പോൾ ഇതിനകത്തിന് വേറെ മീനുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ കുറേയൊക്കെ കമ്പിട്ട് കുത്തി നോക്കി.
അപ്പോൾ ചെറിയ ഊറ്റുണ്ട്. ഊറ്റുള്ളതുകൊണ്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറ സൈഡ് ഇനി കുറച്ച് വെള്ളം കൂടെ ഉള്ളൂ. ആ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. ചിലപ്പം ഇനി കാണും. ഇനി ഇവിടെ ശകലം വെള്ളമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ആരലാണ്. ഇതിന് വെട്ടൊന്നും കൊണ്ടില്ലല്ലോ. ഇതിന് വെട്ടൊന്നും കൊണ്ടില്ല. ആരലാണത്. വീണ്ടും ഒരു ആരൽ കിട്ടിയിട്ടുണ്ട്. ചെറിയ മീനുകളൊക്കെ കിടന്ന് ചാടുന്നുണ്ട്. പക്ഷെ ഒരു ആരൽ കൂടെ കണ്ട് നമ്മൾ അത് വീണ്ടും വാഴിക്കകത്ത് കയറിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് നോക്കണം. അത് ഒരു പഞ്ചല കിടക്കും. അപ്പോൾ അടുത്ത സാധനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ, ഗണ്ടയാണ്. ഗണ്ട ചിലടത്ത് ഏട്ട എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലുള്ള മീനൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് മീനേ കിട്ടിയുള്ളൂ. ഫ്രണ്ട്സ്, അടുത്ത് തന്നെ കുത്തി കിടക്കിയിട്ടുണ്ട്. അടുത്ത പയ്യൻ ഇതാ കിടപ്പുണ്ട്. പയ്യന് ചെറിയ വെട്ട് കിട്ടി. അല്ല, പിടിക്കാൻ പറ്റില്ല. ഇതും ആരലാണ്. ആരകൻ. അപ്പോൾ അവനെ നമ്മൾ തൂക്കിയിട്ടുണ്ട്. അത് പോവാൻ അതാ പോണ്ട. ഇതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ ഞണ്ട് പറഞ്ഞു. അത് വീണ്ടും വാഴിക്കകത്ത് കയറി. അപ്പോൾ ആശാൻ വാഴിക്കകത്ത് കയറി നമ്മൾ അതിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഞണ്ടും കൂടെ ഉണ്ട്. ഞണ്ടത് ആക്റ്റീവാണ്. അത് കടിക്കുമെന്തോ. ഒരു ഞണ്ട്. അടുത്തത് മീൻ. മീനിന് മുള്ളുണ്ട്, മനസ്സിലായി. അതാണ് കാര്യം. അത് വിചാരിക്കും പോലെയല്ല. അപ്പോൾ അത് ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഞണ്ടും ഒരു ആരലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ മീൻപിടുത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ കണ്ടില്ലേ, ഈ കുഴിയാണ് നമ്മൾ വറ്റിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. 1-2 ആരൽ, ഒരു വലിയൊരു ബ്രാല്, പിന്നെ കുറച്ച് ചെറിയ മീനുകൾ, 2 ഞണ്ട്. അപ്പോൾ എല്ലാം കൂടെ കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് പോണ വഴിക്ക് ഒരിടത്ത് ഒരു പുനവും കുറച്ച് വെള്ളവും കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും മെനക്കെട്ടതല്ലേ. അപ്പോൾ മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഇറച്ചി നോക്കുകയാണ്. കമ്പോടെ ഫ്രണ്ട്സ്, നമ്മളൊരു മീൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മീൻ എവിടെ പോയി ഒതുങ്ങി. എവിടെ പോയി ഒതുങ്ങിയിടാ. നീ വെള്ളം വലി. ബ്രാലെങ്കിൽ പിടിക്കാത്തത്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത് തന്നെ കണ്ടില്ലേ, പടക്കണ മീനാണ്. ഇപ്പോൾ പൊക്കിയതാണ് അടുത്തത്. അപ്പോൾ നമ്മൾ പറ്റിക്കാൻ നോക്കി. ആടാ കൊടുക്ക. കിട്ടി. കണ്ടില്ലേ, അപ്പോൾ അടുത്തതിനെ പിടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ടില്ലേ, ആരലാണ്. ആരല്ലേ ഇനിയോട്ടണ്ട, കരയിലായില്ലേ സംഭവം. ഇത് ആരലാണ്. പകരിഞ്ഞത് അത് വലിയ സൈസാണ്. കറുപ്പായണ്ടല്ലേ, കറുപ്പായണ്ട. ആശാ കയറുന്നില്ല. ഇത് മുള്ളുണ്ട് നല്ല രീതി. നല്ല രീതിക്ക് മുള്ളുണ്ട്. എന്തായാലും പിടിക്കാം. ഓക്കെ, കിടക്കുന്നില്ല. അതാ പോണി അടാ. അപ്പോൾ നമുക്ക് മൊത്തവും 2 സ്ഥലത്തു നിന്നായിട്ട് കിട്ടിയത് ഇത്രയും മീനാണ്. 2 നല്ല ബ്രാലും, 2 ആരൽ, പിന്നെ കുറച്ച് കുഞ്ഞു മീൻ, 2 ഞണ്ട്, ഇത്രയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്.